ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഇപ്പോൾ ടൈം 5:29, 6 മണിക്കാണ് എനിക്ക് ഡ്യൂട്ടി ടൈം. പക്ഷേ നമ്മൾ 6:30 എത്തുള്ളൂ. കാരണം എൻ്റെ കോവർക്കറിന് ബസ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ബസ്സിൽ പോയാൽ മതി. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ബസ്സുള്ളത് 5:40 അപ്പോൾ നമുക്ക് ആ ടൈമിൽ ഇറങ്ങാം. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പോകാം. എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കാൻ കാരണം വിശക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. ഇത് കഴിച്ചിട്ട് പോകലാണ് ഞാൻ കാണിച്ചു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് നമുക്ക് അധികം ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ ബ്രെഡ് കഴിച്ചിട്ട് പോകാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അതെനിക്ക് അങ്ങ് ഇറങ്ങാനുണ്ടായിരുന്നില്ല രാവിലെ. അതുപോലെ തന്നെ ഞാൻ മൈദ ദോശയും സ്റ്റൂ കറിയില്ലേ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. രാവിലെ കഴിച്ചിട്ട് പോകാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ മ്യൂസ്ലിയിലേക്ക് എത്തിയിട്ടോ. ഇത് നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആയിരുന്നു കേട്ടോ. ഇതും പാലും എനിക്ക് തോന്നുന്നു തണുത്ത പാല് മീൻസ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ രണ്ട് സാധനം കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലാവുന്നുണ്ട്. പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ, കാരണം അതിൽ അത്യാവശ്യം ഫ്രൂട്ട്സിൻ്റെ ഞാൻ ഫ്രൂട്ട്സിൻ്റെ മ്യൂസ്ലിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഫ്രൂട്ട്സും നട്ട്സും ആയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നട്ട്സല്ല, എന്താ പറയുക, നമ്മുടെ മറ്റേ സംഭവമില്ലേ ഉണക്കമുന്തിരി. അപ്പോൾ ഒരുപാട് ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു അതിൽ കേട്ടോ. നല്ല ഹെവി ക്വാളിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ബെറീസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫെയിൽഡായിപ്പോയി ബാക്കി എല്ലാ സംഭവത്തിലും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിലാക്കി കൊണ്ടുപോകുന്നത്. ഇത് ഞാൻ ലിഡിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ സ്പാറിലും ഹോസ്പിറ്റലിലും എല്ലാം അവിടെ വെയിറ്റ് നോക്കുമ്പോഴേക്കാണ് കുറച്ചും കൂടി വെയിറ്റ് കുറവ് ലിഡിലായിരുന്നു. ഒരു 2.something ഈ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു 700 ഗ്രാമൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ഹെവി എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രെയിൻസ് അല്ല, എന്താ പറയുക, ഉണക്കമുന്തിരി. അത് ഏറ്റവും കൂടുതൽ അതായിരുന്നു ഇതിൽ. ഓരോ സ്കൂപ്പിലും നമുക്ക് അത്രയും റിച്ച് ആയിട്ടാണ് സംഭവം കിട്ടിയിരുന്നത് കണ്ടോ. ഇതേപോലെ അടിപൊളിയായിട്ടാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ മ്യൂസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് വൈസ് ആയാലും പിന്നെ എന്താ ക്വാളിറ്റിയും എന്താ ഈ പറയുന്ന അതിലുള്ള ചിത്രങ്ങളിലുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. നമ്മളവിടെ അങ്ങനെ ഇല്ലല്ലോ. അവിടെ പിക്കിലല്ല, മീൻസ് പറയാടിലല്ലാതെ ഉണ്ടാവും, പക്ഷേ സംഭവത്തിൽ ഉള്ളിൽ നമുക്ക് തപ്പി നോക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ. ഇനി ഒരു ചോക്ലേറ്റിൻ്റെ ഉണ്ട്, പിന്നെ വേറെ ഒരു യെല്ലോ കളറിലുള്ള ഒരെണ്ണമുണ്ട്. അപ്പോൾ അത് രണ്ടും ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചാണ് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു രാവിലെ മീൻസ് ഫുൾ വെളിച്ച് വെച്ചു കിട്ടും. പിന്നെ ഇവിടെ ഇപ്പോൾ 6:30 എടുത്തതാണ്. പിന്നെന്താ 6:30 നമ്മൾ വേഗം മീൻസ് അത്രയും വെളിച്ചാണ് ഇവിടെ സമ്മർ ആയതുകൊണ്ട്. ഒരു 10 മണി വരെ ഇതേ ലൈറ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ നീണ്ട എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1:57, അതായത് 2 മണി ആവാൻ പോകുന്നു. നമ്മളിന്ന് കഴിച്ച മ്യൂസ്ലിയിൽ പിടിച്ചിട്ടാണ് നമ്മളിന്ന് ഇതുവരെ നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. അന്നേരം ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറി ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണം. ഒന്ന് മേല് കഴുകണം. രാവിലെ പോയതാണ്. ഐ എം സോ ടയേർഡാണോ ചോദിച്ചാൽ ടയേർഡല്ല, ബട്ട് എക്സോസ്റ്റഡ് ആണ്. വലുതാവുണ്ടായിരുന്നു, ചെറുതായിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് അല്ല, ഡോക്ടർ രജിസ്റ്റർ ചെയ്യണം. നമുക്ക് ഇവിടെ ഒരു ഫാമിലി ഡോക്ടർ വേണം. അപ്പോൾ നമുക്കൊന്ന് ഡോക്ടറെ രജിസ്റ്റർ ചെയ്യാൻ പോകണം. എന്നിട്ട് എനിക്ക് ബ്ലഡ് ചെക്ക് ചെയ്യണം, എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നോക്കണം. മീൻസ് ഇവിടെ എല്ലാവർക്കും അയൺ നല്ല രീതിയിൽ കുറവുണ്ട്, അയണും വൈറ്റമിനും. അപ്പോൾ വല്ല സപ്ലിമെൻറ്റ്സ് കഴിക്കണമെങ്കിൽ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതർവൈസ് നമ്മുടെ ഹെൽത്ത് വീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ. പിന്നെ നമ്മൾ എന്തായാലും ഇവിടെ ഇൻഷുറൻസ് നല്ലൊരു എമൗണ്ട് കൊടുക്കണം നമുക്ക് എല്ലാ മാസം. നമ്മൾ വെറുതെ അത് പാഴാക്കി കളയേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഫുൾ ചെക്ക് ചെയ്യണം. എല്ലാം ഫ്രീ ആണെന്നാണ് കേട്ടതെന്നല്ല, എല്ലാം ഫ്രീ ആണ്. ഇവിടെ ബ്ലഡ് ചെക്കിങ് എല്ലാ സംഭവങ്ങളും ചെക്ക് ചെയ്ത് തരും. തൈറോയിഡ്, അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടോ എന്ന് അറിയാം. എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്ത് തരും നമുക്ക്. അപ്പോൾ നമുക്ക് എല്ലാം ഫുൾ ബോഡി ചെക്കപ്പ് അല്ല, ബട്ട് സ്റ്റിൽ ഫുൾ ബ്ലഡ് ടെസ്റ്റ്. എനിക്ക് അറിയില്ല സംഭവം, പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് എൻ്റയർ തിങ്സ് ചെക്ക് ചെയ്യും. അപ്പോൾ അത് പിന്നെ നമുക്ക് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുക്കണമെങ്കിൽ അത് എടുക്കണം. എനിക്ക് അയൺ എടുക്കേണ്ടി വരുന്നത് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. സോ അയൺ ടാബ്ലറ്റ് വാങ്ങിക്കണം. പിന്നെ എന്നാ അത്രേ ഉള്ളൂ. വൈറ്റമിൻ ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. ഹീമോഗ്ലോബിൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു. മീൻസ് അങ്ങോട്ട് ഒരു പൊടി അങ്ങോട്ട് വരണം, ഇങ്ങോട്ട് അന്ന് മാറിയിട്ടുണ്ടെങ്കിൽ കുറയാമായിരുന്നു. ബട്ട് അങ്ങനെ ഒരു റേഞ്ചിലായിരുന്നു നിന്നേക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ കുറവുണ്ട് അതൊക്കെ നമുക്കൊന്ന് നികത്തണം, കുറവുകളൊക്കെ നികത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയി പോകണം. ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ പോകണം. 2 മണിയായി, ഒരു 3 മണിക്കെങ്കിലും ഇറങ്ങണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണാം. ഞാൻ ചോറുണ്ടാക്കാൻ വെച്ചു, പക്ഷെ അതുവരെ എനിക്ക് ചോറാവുന്നവരെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡിൽ സലാമിയും ചീസൊക്കെ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിച്ചു കേട്ടോ. ഇത് കഴിച്ചപ്പോഴാണ് നമുക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടിയത്. കാരണം അത്രയും വിശന്ന് ചാവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറാവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് ചോറൊക്കെ റെഡി ആക്കി. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടു കാണിച്ചു തരാം. കറി ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ചോറ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ ബ്രെഡ് കഴിച്ചപ്പോൾ ചെറുതായിട്ട് വിശപ്പൊക്കെ മാറി. ഞാൻ ഫുഡ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലഞ്ച്. ചിക്കൻ കറി, ചോറ്, തൈര്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. പെട്ടെന്ന് റെഡി ആയിട്ട് ഡോക്ടറെ അടുത്ത് പോയി പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.